ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോഷിലാണ്. കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് ആൾക്കാരുടെ എല്ലാവരുടെയും ഭയങ്കര ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടിയുടെ പണി എന്തായി? പേഴ്സണലി മെസ്സേജ് കുറേ പേര് ചോദിച്ചു വണ്ടിയുടെ പണി എന്തായിരുന്നു. നമ്മുടെ വണ്ടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളിപ്പോഴത്തെ ജോഷിലോട്ട് വന്നത്. ജോഷിൻ്റെ പാർക്കിംഗ് കേട്ടോ. ഞാൻ വണ്ടി വെക്കേണ്ടി വന്നത്. പക്ഷേ ഇതാ കാണുന്നതാണ് ജോഷ്. എൻ്റെ കഴിഞ്ഞ വീട്ടിലൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ബൈക്കിലാട്ടോ വന്നത്. ഇവിടെ ഇരിപ്പുണ്ട് വണ്ടി. ഇതിപ്പം ഞാനും സോനു വാ ഞങ്ങളിലോട്ടോ. ഞങ്ങളുടെ നേരെ പോയി അവിടെ വണ്ടി ഇരുന്ന് കാണട്ടെ. എന്നിട്ട് അവർക്ക് നിങ്ങളെ കാണിച്ചു. നമ്മൾ നമ്മുടെ വണ്ടി എടുക്കി എത്തി കേട്ടോ. അന്ന് കണ്ട സെയിം വർക്ക് തന്നെ. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ടി വി ക്യാബിനൊക്കെ വന്നു കേട്ടോ. ബാക്കോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ബാറ്ററി ഒക്കെ കണ്ട ടി വി ക്യാബിൻ വന്നു ഇവിടെ. അതിപ്പോൾ ചെയ്തതാണ്. ബമ്പറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര താമസം. ഇവിടെ ഒരു ബോക്സ് അതേപോലെ തന്നെ ഇവിടെ പിന്നെ മിക്സറൊക്കെ വരുന്നതാണ് കണ്ടോ. വേറെ ബാക്കിയല്ല അതേപോലെ തന്നെ നടക്കൂട്ടോ. വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. ബമ്പറിൻ്റെ പണി നടക്കുന്നതിൻ്റെ പേരില്ല കണ്ടോ. ആ ഒരു ബമ്പറിൻ്റെ പണി നടക്കുന്നതിൻ്റെ പേരില്ല വണ്ടിയുടെ പണി അങ്ങോട്ട് കഴിയാത്ത തോന്നുന്നു. അത് കഴിഞ്ഞായിരുന്നെങ്കിൽ പെട്ടെന്ന് വണ്ടി ഇറങ്ങിയത്. എവിടെ നമ്മുടെ വണ്ടിൻ്റെ വർക്ക്ഷീറ്റൊക്കെ കണ്ടോ. മേളിൽ ഫുള്ള് സീലിംഗ് വർക്കൊക്കെ ഉണ്ടോ. എന്ത് ചെയ്യാനാ ഇതുണ്ടോ. നമ്മുടെ ഇവിടെ സെയിം വണ്ടിയിൽ നിന്ന് ഡെലിവറിയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് ഇത് അത്യാവശ്യം വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയുന്ന വണ്ടി കേട്ടോ. ഇത് നമ്മുടെ വണ്ടി മേളിൽ അവിടെ കിടപ്പുണ്ട്. പക്ഷേ അവിടെ എന്തിട്ടാ എൻ്റെ വോക്കലൊക്കെ ചെയ്യുന്നുണ്ട്. ഇടുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് വീഡിയോ. നമ്മളുടെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ആ വണ്ടി ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നു. ഗായ്സ് ഇതിൽ അങ്ങ് നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടി. ആ ഫ്രണ്ട് അകത്തോട്ട് വിരിച്ചേക്കുന്ന വണ്ടിയാണ് നമ്മുടെ വണ്ടി. ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടിയായി. ഇത് ഇവിടെ ഒരു വണ്ടി നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ സെയിം വണ്ടി തന്നെ. താഴെ കണ്ട വണ്ടിയിൽ ഇത് വേറൊരു വണ്ടിയുടെ ഡെലിവറി ആയി കിടക്കുന്നുണ്ടോ. സോറി, ഡെലിവറി അല്ല, പണി ഓൾമോസ്റ്റ് കഴിഞ്ഞ് കിടക്കുക. ഈ പഞ്ചോക്സൊക്കെ ഇനി മേളിൽ കയറാനുള്ളൂ ഇവിടെ. അതൊക്കെയുള്ളൂ ഇതിൻ്റെ പണി കണ്ട. നമ്മുടെ പണി എന്ന് വെച്ചാൽ നമ്മുടെ ഈ സീലിംഗ് അല്ല വരുന്നത്. നമ്മുടെ സീലിംഗ് ഫുൾ സീലിംഗാണ്. ഉള്ളിൽ നിന്നാണ് വരുന്നത്. അകത്തുനിന്ന് പുറത്തോട്ട് വരും സീലിംഗ്. അത് കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ. കട്ട് ചെയ്ത് മേലോട്ട് കയറ്റിയേക്കുമല്ലേ തലയിടിക്കാതിരിക്കാൻ. കണ്ട നമ്മുടെ സീലിംഗ് ആ ലെവൽ അകത്തോട്ട് പോകും. നമ്മുടെ കട്ടിങ് വരുന്നത് താന്നിരിക്കും. പക്ഷേ അകത്തോട്ട് പോകും. വെറുത്തിൻ്റെ അകത്ത് വന്നിട്ട് അവിടെ നിന്നുള്ള ഡോട്ട് ലേസർ, സൈഡിലെല്ലാം ഡോട്ട് ലേസർ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ വർക്ക് തന്നെ ചെയ്തത്. പഞ്ചോക്സിനകത്ത് ഇനി ഫ്രണ്ട് പേരൊക്കെ വരും കണ്ടോ നമ്മുടെ വണ്ടിക്ക്. ഇതിനകത്തും വരും പേരൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പർ നിങ്ങളെ കാണിച്ചു തരാതെ നോക്കിക്കോ. നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ പൈപ്പും കാര്യങ്ങളും വെക്കുന്നില്ല നമ്മുടെ വണ്ടിക്ക് കേട്ടോ. ഇതിൻ്റെ ബമ്പർ കണ്ടോ. ഫ്രണ്ട് ബമ്പർ നോക്ക് കണ്ട. ഈ സാധനം പഴയ മോഡലിൻ്റെ ബമ്പറിൻ്റെ അത് പുതിയ ബമ്പറോട് ചെയ്തു. പക്ഷേ സാധനം കൊള്ളാം കേട്ടോ. രസമുണ്ട് കാണാൻ, എടുപ്പുണ്ട് കാണാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ വോക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ ഫ്രണ്ടിൽ താഴെ ഇത്തിരി സ്പേസ് ഉണ്ട്. അവിടെ ചെയ്യാം. നാട്ടിൽ പോയിട്ട് നോക്കാമല്ലോ. നല്ല എന്തിനും ചെയ്യാം. കണ്ടി നമ്മുടെ ഈ സാധനമൊക്കെ വരും. നമ്മുടെ ഈ സാധനം വീലാർച്ച് ഫുള്ള് വരും. വീലാർച്ച് എല്ലാ സൈഡിൽ കൂടെ എല്ലാം സ്കേട്ട് വരും അങ്ങോട്ട്. ഇതിൻ്റെ ഇതാ വണ്ടിയായിരുന്നു അല്ലേ. മറ്റേ അന്നൊരു വീഡിയോ കാണിച്ചില്ല, ടയർ തള്ളിക്കിടക്കുന്നത്. ആ വണ്ടി ടയർ ഇപ്പോൾ അകത്ത് പോയല്ലോ. അത് തന്നെയാണോ? സ്റ്റോക്ക് ഡയറക്റ്റായി കേട്ടോ. വണ്ടി അത് തന്നെ. സ്റ്റോക്ക് ഡയർ കയറ്റിണ്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡും നമ്മൾ കളർ ചെയ്യും കേട്ടോ. ഈ മേളത്തെ ഈ സെയിം കളർ തന്നെ നമ്മുടെ ക്യാബിനും വരും. നമ്മുടെ ഡാഷ്ബോർഡിനും ആ സൈഡിലത്തെ ഡോർ പാഡിനും എല്ലാം വരും. സ്റ്റിയറിങ്ങിനകത്ത് നമ്മൾ മറ്റേ റെക്സിനടിക്കുക കേട്ടോ ഫുള്ള് സ്റ്റിയറിങ്ങിനകത്ത്. അപ്പോൾ അവർ ചിലപ്പോൾ ചെയ്യത്തില്ല. എന്നാലും അവർ മറ്റേ വുഡിൻ്റെ വരയ്ക്കുമെന്ന് പറയുന്നത്. വേണ്ടായിരുന്നു എന്നാലും വരച്ചോട്ടോ, കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ നടക്കുക. മുമ്പിലത്തെ ബമ്പറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ. പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. നടന്നുകൊണ്ടിരിക്കുക. അവിടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. ഓക്കെ ഓക്കെ അതാ കാണിക്കാം. ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നോക്ക് സെയിം തന്നെ. നമ്മളിൻ്റെ ഇവിടെയൊക്കെ 4 ആങ്കർ ബോൾട്ട് ഇട്ടേക്കുന്നുണ്ടോ. അതൊക്കെ മറ്റേ പഞ്ച് ബോക്സ് വരാനുള്ള കേട്ടോ. ബെർത്തൊക്കെ വരണം ഇനി. ആ ബമ്പറിൻ്റെ പണിയൊന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ സെറ്റായിരുന്നു അതിൻ്റെ പണി. പെട്ടെന്ന് പണി വരുന്നത് കണ്ടോ. തോനും അവിടെ ഇരിക്കുന്നു. സൈഡൊക്കെ ഇച്ചിരി ചിലക്കൊക്കെ വന്ന് കിടക്കുന്നു. എന്തിനെന്തോ അവിടെയൊക്കെ. അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം തോന്നുന്നു കേട്ടോ മൊത്തത്തിൽ.
ഉള്ളു. നമ്മൾ ഈ വേലിയൊക്കെ അഴിച്ച് മാറ്റം കണ്ടു, സോറി ഈ കമ്പിയൊക്കെ അഴിച്ച് മാറ്റം കണ്ടു. ഇതൊക്കെ ഇത് നമുക്കില്ല, ഒന്നും വേണ്ട. ഇതില്ലാത്ത ലുക്കെന്ന് തോന്നുന്നു. കമൻറ്റ് കഴിച്ചു നിങ്ങൾക്ക് ഇത് വേണോ നോക്ക്. ഇതുള്ളതാണോ നല്ലത്, ഇതില്ലാത്തതാണോ നല്ലത്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലാത്തത് വരുമ്പോൾ ഇങ്ങനെ നടക്കും. എവിടെ ഏത് വണ്ടിയുണ്ട്? ഇതുണ്ട്, ആ വണ്ടി കിടക്കുന്നുണ്ടോ? അതുപോലെ കിടക്കും കണ്ടോ. കൂടുതലും വണ്ടിക്ക് കമ്പിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് നടക്കണ പണി ഫ്രണ്ട് ഇപ്പം കാണിക്കത്തില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഇതണ്ടേ, സോറി സൈഡിൽ ഇതുപോലെ വരും കേട്ടോ. ഇതേപോലെ നമ്മുടെ വണ്ടിയുടെ സൈഡിലും വരും, ഈ സൈഡിൽ ചിറക്കണ്ട. എന്നിട്ട് ബാക്കി ഡിക്കി കണ്ടോ, ഡിക്കി ചെയ്തേക്കുന്നുണ്ടോ? ഇതെല്ലാം നമുക്കും വരും കണ്ടോ, സെയിം തന്നെ. ഇവിടെ ഒരു 17 സീറ്റ് കിടപ്പുണ്ട്, ഇതിന് കമ്പിയില്ലല്ലോ. നോക്കി. പിന്നെ അതൊരു നിങ്ങൾ കാര്യം കാണിക്കാൻ മറന്നു. എന്താ ഇപ്പോൾ കാണിച്ചു തരാം. ഈ സൈഡിലത്തെ ഫോട്ടോസ് നോക്കി നിങ്ങൾ കണ്ടോ. നമ്മുടെ വണ്ടി സൈഡിലത്തെ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ വെറൈറ്റി ഫോട്ടോസ് കൊടുത്തേക്കുന്നത് കേട്ടോ. എല്ലാം വെറൈറ്റി ഫോട്ടോസ് കൊടുത്തത്. വണ്ടി പണിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നൈസ് ഫോട്ടോസ് കൊടുത്തേക്കുന്നത്. അത് കൊള്ള ആളുടെ തീമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തത്. അതിന് വെറൈറ്റി വേണ്ട. ഇപ്പോൾ ഒരു വണ്ടി മാത്രം എല്ലാവരും ചെയ്യുന്നത് കോപ്പി അടിച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് വെറൈറ്റി ആയിട്ട് വേണ്ട. ഈ ഒരു കളർ ടോൺ ആയിരിക്കും നമ്മുടെ വണ്ടിക്ക് വരുന്നത്. മേളിലൊക്കെ ഇതിൻ്റെ റെക്സിൻ അടിച്ച മറ്റേ ഡയമണ്ട് കട്ട് അടിച്ചിട്ടില്ല, നമുക്ക് ഡയമണ്ട് കട്ട് വരും. അപ്പോൾ ആ ഒരു ടോൺ ഇങ്ങനെ വരും. ഈ സെയിം കളർ ഡാഷ്ബോർഡിന് വരും. അതന്നെ. അപ്പോൾ ബാക്കി എടുക്കട്ടെ, അവരെ കണ്ടിട്ട് വരട്ടെ. നമ്മൾ താഴത്തെ ക്യാൻറ്റീൻ, ക്യാൻറ്റീൻ ഉണ്ട് താഴെ. ഇതാ ഫുഡ് കൊടുക്കുന്ന സ്ഥലം ക്യാൻറ്റീൻ. അപ്പം അവിടെ ചായ കുടിക്കാൻ പോയത് 12 മണിക്ക്. ഇവിടെ ചായ തീർന്ന് കഴിച്ചു, ഇനി ചോറേ ഉള്ളൂ. ഇത് കോപ്പറേറ്റ് അവിടെ സീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം ഇതുണ്ടോ, സീറ്റ് കിടക്കുന്നുണ്ടോ? അവിടെ ചെന്ന് കോപ്പറേറ്റ് ഇട്ട് പാട്ടിടും. ഈ ശോഭനകത്ത് എന്നിട്ട് കണ്ടോ കേൾക്കുന്നുണ്ടോ? പക്ഷേ പിന്നെ വിളിക്കാം. ഓക്കെ പിന്നെ വരാം. കോപ്പറേറ്റ് ഇട്ട് ഇതുണ്ടോ, ഇതുപോലത്തെ വർക്ക് നമ്മുടെ വണ്ടിക്ക് വരുന്നുണ്ടോ? ഈ ഡിസൈൻ ഇതല്ല, വേറെ ഡിസൈനാണ് കേട്ടോ. ഈ കളറാണ് നമ്മുടെ ഡാഷ്ബോർഡിന് വരുന്നത്, സോറി ബെർത്തിന് വരുന്നത്. ഇതിൻ്റെ വേറെ ടൈപ്പ്, വേറെ ഡിസൈൻ നമ്മുടെ വണ്ടിക്ക് വരും. പക്ഷേ ഇത് പുതിയ മോഡൽ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്ക് സൈഡ് സ്കേറ്റ് ചെയ്തൊക്കെ നോക്കി കണ്ടോ. ഇതേപോലെ വരും നമ്മുടെ വണ്ടി ചെയ്യുമ്പോൾ. നമുക്ക് പിന്നെ ഫ്രണ്ട് ബമ്പറില്ല, അത് സൈഡ് ഡോർ പാഡും, സോറി ഡോറിൻ്റെ സൈഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ. പക്ഷേ നമ്മുടെ വണ്ടിക്ക് ബമ്പറെല്ലാം വേറെ അല്ലേ വരുന്നത്, ഗ്രില്ല് വരെ വേറെ നമ്മുടെ വണ്ടിക്ക്. ഇതിൻ്റെ ഈ സൈഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഉണ്ടോ? ഓ വണ്ടിയുടെ ഫുൾ ഒരു സൈഡ് ഫുൾ പീസിരിക്കുന്നുണ്ടോ? നോക്കി ബമ്പറിങ്ങനെ വരും നമ്മുടെ വണ്ടിയുടെ ബമ്പർ ബാക്കിലത്തെ. നമ്മളതിൻ്റെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പോകാം. ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ മേൽപ്പെട്ട് മാനേജറോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോയി. ഇവിടുത്തെ അടിമക്കൂട്ടരെ കണ്ടോ, ഇയാളെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ. ഇയാളെ ഇവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നത് ഇല്ലടോ മോനെ. സ്റ്റാർട്ടാട്ടോ, ചെറുക്കം പറഞ്ഞിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്ലൈവുഡിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സംഭവം. ഇതിൻ്റെ മേളത്തെ സീലിങ്ങിൻ്റെ കട്ടിങ് ഒക്കെ ഇരിക്കുന്നുണ്ടോ. ഇവിടെ മൊത്തം പരിപാടി കേട്ടോ. നമ്മുടെ വണ്ടി ഇല്ല അവിടെ കിടക്കുന്നത്, നമ്മൾ താഴെ വന്നിട്ട് ഇതിൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സോനുമോൻ ബാക്കിൽ ഹെൽമെറ്റും പൊക്കി കൊണ്ട് വരുന്നുണ്ട് കേസ്. ഞങ്ങൾ നേരെ നാട്ടിലോട്ട് പോകട്ടോ. ഇവിടുത്തെ പണി ഇനി നടന്നോളൂ. ഒരു 20 ദിവസത്തിനുള്ളിൽ വണ്ടി ഇറങ്ങുമെന്നാണ് പറയണേ. ഞങ്ങൾ അവിടെ നിന്നുള്ള വേറെ വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ പണിക്ക്. അപ്പോൾ ആ വണ്ടിയുടെ അവരെ കൂടെ കണ്ടിട്ടൊക്കെ പോകാം. നമ്മുടെ മേലത്തെ ആ ഒരു സീലിംഗ് ചെയ്യുന്ന ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവം ഇതുവരെ സെലക്ട് ആയില്ല. നിങ്ങൾ ആർക്കും ഒരു ഉപകാരം ചെയ്യും എനിക്ക്. നമ്മളെ ഈ ചാനലിൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ മേളിലത്തെ റൂഫ് സീലിങ്ങിൻ്റെ വർക്കില്ലേ, ഡിസൈനൊക്കെ ചെയ്യത്തില്ലേ, അതിൻ്റെ വർക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പേഴ്സണലായിട്ടൊന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് അയച്ചു തരണം കേട്ടോ. കാര്യം വാ താക്കോലുണ്ട് ബൈക്കിൻ്റെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ഡിസൈൻ തന്നെ ചെയ്യണം. കോപ്പി അടിക്കാനുള്ള ഡിസൈൻ വേണ്ട. അപ്പം നിങ്ങളെ കൊണ്ടാകുവാണെങ്കിൽ ആരും ഡിസൈൻ ചെയ്യാൻ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താലും എനിക്കൊന്ന് ഇൻസ്റ്റ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും പുതിയ ഡിസൈനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ട് നമുക്ക് എന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ ഡിസൈൻസ് ഒന്നും ഉദ്ദേശിച്ച സംഭവമല്ല വരുന്നത്. ആ ഡിസൈൻ ആ മേളത്തെ ആ ഒരു റൂഫ് വരുന്ന പരിപാടിക്കകത്ത് ആ കാര്യം ഇരിക്കുന്നു. അപ്പം നിങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ടൊന്ന് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നത് ഇപ്പം 10,000 പേരെ കാണുമായിരിക്കും. കാണുന്നവരാരെങ്കിലും ഉണ്ടല്ലോ എന്ന് കറക്റ്റ് ചെയ്ത് തരണേ കേട്ടോ.